കുറുപ്പ് രചിച്ച കുഞ്ഞേടുത്തി എന്ന കവിത പഠിച്ചു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ONV കുറുപ്പിനെ കുറിച്ചാണ്. ONV കുറുപ്പ് ആധുനിക കവികളിൽ ഒരാളായിരുന്നു. ONV കുറുപ്പിന് കിട്ടിയ പ്രധാന പുരസ്കാരങ്ങൾ: പത്മശ്രീ, പത്മവിഭൂഷൺ, ജ്ഞാനപീഠം. ചില കൃതികൾ: ഭൂമിക്കൊരു ചരമഗീതം, സൂര്യഗീതം, ഉപ്പ്. നന്ദി. നമ്മൾ ONV കുറുപ്പ് രചിച്ച കുഞ്ഞേട്ടത്തി എന്ന കവിത പഠിച്ചു കഴിഞ്ഞു. അതിൽ കുഞ്ഞേട്ടത്തി ഉണ്ണിക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കും. ഒട്ടകത്തിന്റെയും മയൂരത്തിന്റെയും ആരും അധികം കേട്ട് കാണാത്ത കഥകൾ. അതിൽ നിന്ന് 2 കഥകൾ നമ്മുടെ കൂട്ടുകാരിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. ആദ്യമായി അണ്ണാരക്കണ്ണൻ മണ്ണ് ചുവന്നതും അതിനുശേഷം കുഞ്ഞിത്തത്ത പയറു വറുത്തതും. ഈ 2 കഥകൾ നമുക്ക് ആസ്വദിച്ചാലോ? നമസ്കാരം, എൻ്റെ പേര് അദ്രികാജെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അണ്ണാർക്കണ്ണൻ മണ്ണ് ചുമന്ന കഥയാണ്. ഒരിക്കൽ സീതാദേവി രാവണൻ തട്ടിക്കൊണ്ടു പോയപ്പോൾ സീതാദേവിയെ രക്ഷിക്കണമെങ്കിൽ ശ്രീരാമന് ലങ്കയിലേക്ക് പോകണം. ലങ്കയിലേക്ക് പോകണമെങ്കിൽ അവർക്കൊരു കടൽ കടക്കണമായിരുന്നു. കടൽ കടക്കാൻ അവർക്കൊരു പാലം പണിയണം. അതുകൊണ്ട് തന്നെ ശ്രീരാമനും ഹനുമാനും ഉൾപ്പെടെ കുറേ വാനരന്മാർ പാലം പണിയാൻ തുടങ്ങി. ഇതെല്ലാം അവിടെ ഒരു അണ്ണാർക്കണ്ണൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അണ്ണാർക്കണ്ണൻ എന്ത് ചെയ്തെന്നോ? ആ അണ്ണാർക്കണ്ണൻ വെള്ളത്തിൽ പോയി മുങ്ങി മണ്ണിലുണ്ട് പാലം പണിയുന്നിടത്ത് ചെന്ന് തൻ്റെ ദേഹത്തു നിന്ന് മണ്ണ് കുടഞ്ഞിടുമായിരുന്നു. ഇതേപോലെ അണ്ണാർക്കണ്ണൻ കുറേ പ്രാവശ്യം ആവർത്തിച്ചു. ഇത് കണ്ട ശ്രീരാമൻ ആ അണ്ണാർക്കണ്ണനെ തൻ്റെ കൈകൾ കൊണ്ടെടുത്ത് സ്നേഹത്തോടെ തന്നെ 3 വിരൽ വെച്ച് അണ്ണാർക്കണ്ണന്റെ പുറത്ത് തലയോടി. ഇങ്ങനെയാണ് അണ്ണാർക്കണ്ണന്മാർക്ക് പുറത്ത് 3 വിരൽ വീണതെന്നാണ് പറയുന്നത്. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം: നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് ആദവാനന്ദ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുഞ്ഞിത്തത്ത പയർ വറുത്ത കഥയാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരു അമ്മത്തത്തയും കുഞ്ഞിത്തത്തയും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ തീറ്റ തേടി നടന്നപ്പോൾ കുറെ പയർമണികൾ കിട്ടി. അവർ അത് വറുത്ത് തിന്നാൻ തീരുമാനിച്ചു. ഒരു നാഴിപ്പയർ അമ്മത്തത്ത കുഞ്ഞിത്തത്തയെ വറുക്കാൻ ഏൽപ്പിച്ച് പുറത്തു പോയി. തിരികെ വന്നപ്പോൾ പയർമണികൾ കുറഞ്ഞതായി കണ്ടു. കുഞ്ഞിത്തത്ത കട്ടു തിന്നതാണെന്ന് കരുതി അമ്മത്തത്ത കുഞ്ഞിത്തത്തയെ ഒരുപാട് വഴക്കു പറഞ്ഞു. അതിനുശേഷം അമ്മത്തത്ത വീണ്ടും പുറത്തു പോയി പയർമണികളുമായി വന്നു. പയർ വറുക്കാൻ തുടങ്ങി. പയർമണികൾ വറുക്കുമ്പോൾ കുറയുന്നതാണെന്ന് അമ്മത്തത്തയ്ക്ക് മനസ്സിലായി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ അമ്മത്തത്ത കുഞ്ഞിത്തത്തയെ വഴക്കു പറഞ്ഞതിൽ ഒരുപാട് വിഷമിച്ചു. നന്ദി. കുഞ്ഞേട്ടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നു ഏറെ ഇഷ്ടം. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്ത് പൊട്ടും. ഇരൻമുടിയിലെ എള്ളെണ്ണം ചില നേരത്ത് ഒരു തുമ്പത്ത പൂവും. കയ്യിലൊരൊറ്റ കുപ്പിവള മുഖമണ്ട കാവിലെ ദേവി തന്നെ. മടിയിലുരുത്തിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും. കുഞ്ഞേട്ടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം.